ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിർസാസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ബോട്ടിലായിട്ടാണ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ഓവൽ ഷേപ്പിൽ നീളത്തിലുള്ള ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ ആദ്യം തന്നെ ബ്ലാക്ക് ഇനാമൽ പെയിൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇനാമൽ പെയിൻറ്റ് ഞാൻ മുമ്പേ അടിച്ചു വെച്ചിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ ഒരു ടൈമിൽ ഞാൻ ഇനാമൽ പെയിൻറ്റ് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇനാമൽ പെയിൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഫ്ലവേഴ്സാണ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ഫ്ലവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സീഷെല്ലാണ് എടുത്തിട്ടുള്ളത്. സീഷെല്ലിൻ്റെ പല അളവിലുള്ള സീഷെല്ല് കളക്ട് ചെയ്തെടുത്തതിന് ശേഷം അതിനെ വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവേഴ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വലിയ ഫ്ലവർ ക്രിയേറ്റ് ചെയ്തെടുത്ത് അതിനുശേഷം അതിൻ്റെ ചെറുത്, അതിനുശേഷം അതിൻ്റെ ചെറുത്, അതിനുശേഷം അതിൻ്റെ ചെറുത് എന്നുള്ള രീതിയിലാണ് ഫ്ലവർ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു സെയിം രീതിയിൽ ഞാനിവിടെ 5 ഫ്ലവേഴ്സ് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഷേപ്പിൽ നമ്മൾ ആ ഒരു വലുപ്പത്തിൻ്റെ ഇതാണ് നമ്മൾ കുറച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഫ്ലവേഴ്സിനും 3 പെറ്റൽസ് ആണുള്ളത്. അപ്പോൾ അതിൻ്റെ മിഡിലായിട്ട് നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒരു മുട്ട് കൂടി ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മുകളിൽ നമ്മൾ ബോട്ടിലിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷനിലായിട്ട് നമ്മൾ ഒരു ബട്ടർഫ്ലൈനെ കൂടി ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർഫ്ലൈന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു ഷെല്ല് കുറച്ച് ഒരു ബട്ടർഫ്ലൈൻ്റെ ആ ഒരു ചിറകിൻ്റെ രീതിയിലായിട്ടുള്ള ഷെല്ലിനെ സെലക്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഞാനിവിടെ ഫ്ലവേഴ്സിന് വള്ളിയാണ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. വള്ളി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഴയ പൊട്ടിയ ചാർജറിൻ്റെ വള്ളിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനെ നമ്മൾ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ ബോട്ടിലിൽ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബോട്ടിൽ ഡയറക്റ്റായിട്ട് ഒട്ടിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ അതിന് കുറേ പരിമിതികളുണ്ടാവും. നമ്മൾ കറക്റ്റായിട്ട് ഒട്ടിച്ചെടുത്തിട്ടില്ലെങ്കിൽ അത് അടർന്ന് വീഴാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് നല്ലോണം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് തന്നെ നമ്മൾ ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്ലവേഴ്സിന് ലീഫ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ലീഫിന് വേണ്ടിയിട്ട് ഞാനിവിടെ പിസ്താഷെല്ലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വള്ളികളിൽ നമുക്ക് എവിടെയൊക്കെയാണോ ലീഫ് ആവശ്യമായിട്ടുള്ളത് ആ ഒരു ഏരിയയിലൊക്കെ നമുക്ക് പിസ്താഷെല്ല് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് പിസ്താഷെല്ല് തന്നെ ഒട്ടിച്ചു കൊടുക്കണമെന്നില്ല. ഡേറ്റ്സിൻ്റെ സീഡോ നമ്മൾ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സീഡ് വെച്ചിട്ട് നമുക്ക് ലീഫ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ള ഫ്ലവേഴ്സിനെ നമ്മൾ കളർ ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ ഓറഞ്ച് കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബ്ലാക്കിൽ നമ്മൾ ഓറഞ്ച് കളർ അടിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു ഫ്ലവർ നല്ല എറിച്ച് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഓറഞ്ച് കളർ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്ത സെയിം കളർ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിങ്കോ റെഡോ അങ്ങനെ ഏത് കളറും ആണെങ്കിലും നമുക്ക് ഫ്ലവേഴ്സിന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലവറിന് കളർ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഉൾവശവും പുറവശവും നല്ല രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് കളറായിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ മാത്രമാണ് നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിലായി കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കളർഫുൾ ആയിട്ടുള്ള ബോട്ടിലാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഫ്ലവേഴ്സിനും ഓരോരോ കളർ അടിച്ചു കൊടുക്കുക. എല്ലാ ഫ്ലവേഴ്സിനും സെയിം കളർ തന്നെ അടിച്ചെടുക്കണമെന്നില്ല. ഇപ്പോൾ നമ്മളെ ഫ്ലവേഴ്സൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കായ ബട്ടർഫ്ലൈനെ ഒന്ന് ഭംഗിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് യെല്ലോ അക്രിലിക് കളറാണ്. യെല്ലോ അക്രിലിക് കളർ വെച്ചിട്ട് ഞാൻ അതിന് കൊമ്പ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷേ എനിക്കത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഗ്രീൻ 3D ഔട്ട്ലൈനർ വെച്ചിട്ട് ഗ്ലിറ്റേർഡ് 3D ഔട്ട്ലൈനർ വെച്ചിട്ടാണ് നമ്മൾ ബട്ടർഫ്ലൈക്ക് ബോഡി പാർട്സും ആ ഒരു കൊമ്പും ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഫ്ലവേഴ്സിൻ്റെ ലീഫിനാണ് കളർ ചെയ്തെടുക്കുന്നത്. ലീഫിന് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സാബ് ഗ്രീനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതിൽ നോർമൽ ഗ്രീനേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഫ്ലവേഴ്സിൻ്റെ മിഡിലായിട്ട് ഞാനിവിടെ യെല്ലോ കളർ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്ലവേഴ്സിൻ്റെ കളറിങ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ വള്ളികൾക്കാണ് കളർ ചെയ്തെടുക്കാനുള്ളത്. വള്ളിക്ക് വേണ്ടിയിട്ട് ഞാൻ നോർമൽ ഗ്രീനാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സിന് അടിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു ഓറഞ്ച് കളർ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ അതിൻ്റെ മിഡിലേക്കായിട്ട് ജസ്റ്റ് യെല്ലോ കളർ വെച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ പേൾ മെറ്റാലിക് യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഫ്ലവറിൻ്റെ മിഡിലായിട്ട് പിങ്ക് അക്രിലിക് കളർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുട്ടിൻ്റെ ആ ഒരു പോർഷനിൽ മാത്രം കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീണ്ടും തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, ബി സേഫ്, ടേക്ക് കെയർ.